ഹായ് മക്കളെ, നമ്മുടെ NMMSന് എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ടർ ഇമേജ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് മിറർ ഇമേജ്. ഈ രണ്ട് ഇമേജുകൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ചെയ്യാൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ഇമേജ്. ഓക്കെ, വാട്ടർ ഇമേജ് കൂടെ പഠിക്കാനുണ്ട്. ആ ഒരു വാട്ടർ ഇമേജ് കൂടെ കഴിഞ്ഞാൽ ഇമേജ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ചോദ്യം ഒരു 3-4 ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് 4 മാർക്കിന്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം 4 മാർക്കിന് കേട്ടോ. അപ്പോൾ നമുക്കിനി വാട്ടർ ഇമേജ്, അപ്പോൾ വാട്ടർ ഇമേജ് എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ചിത്രമുണ്ട്. സാധാരണഗതിയിൽ ഒരു ചിത്രം ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഒരു വെറൈറ്റി ടൈപ്പ് ചിത്രമാണ്. ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ഒക്കെ ഉണ്ട് അല്ലേ. അതിനുള്ളിൽ കുറേ ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇതിൻ്റെ വാട്ടർ ഇമേജ് ആണ് കാണുന്നത്. വാട്ട് ഈസ് എ വാട്ടർ ഇമേജ്? അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ വാട്ടർ ഇമേജ് ആയിരിക്കും അവർ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ഇമേജ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്നുള്ളൊരു ഐഡിയ എടുത്താൽ മതി. തിരമാലയൊക്കെ എങ്ങനെയല്ലേ വരും, അങ്ങനെ ആലോചിച്ചാൽ മതി. മാറിപ്പോണ്ടൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വഴി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇവിടുന്ന് ഫ്ലിപ്പ് ചെയ്യേണ്ട കാര്യം നോക്ക്. ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടേക്കാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അതൊന്ന് അമർത്തി വരച്ചാൽ മതി. കണ്ടോ, ഓക്കെ. അപ്പുറത്ത് അമർത്തി വരച്ചാൽ അപ്പുറത്ത് നല്ല രീതിയിൽ കാണും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കണ്ടോ, ഇവിടുന്ന് കണ്ടോ 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 ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഓക്കെ. ഇങ്ങനെയാണ് അതിൻ്റെ ഏത് ഇമേജ്? വാട്ടർ ഇമേജ്. അപ്പോൾ വാട്ടർ ഇമേജ് എന്ന് പറയുമ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, ഇതാണ് അതിൻ്റെത്. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെയാണെങ്കിൽ നേരെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കണം. ഓക്കെ, എന്താണോ ചിത്രം അത് ഫ്ലിപ്പ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഏത് ചിത്രം വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കപ്പ് ഇവിടെ വരച്ചിട്ട് കണ്ടോ, ഒരു കപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കപ്പ് കണ്ടോ, നല്ല അടിപൊളി കപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കപ്പ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇതിൻ്റെ വാട്ടർ ഇമേജ്. മിറർ ഇമേജ് ആണെന്ന് അറിയാം, എങ്ങനെയാ നേരെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുക. പക്ഷെ വാട്ടർ ഇമേജ് എങ്ങനെയാ അങ്ങോട്ടാ മാറിപ്പോരുത് കേട്ടോ. നേരെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുക. അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുക. അതായത് ഇവിടെ കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് അമർത്തി വരച്ചാൽ മതി. കണ്ടോ, ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വാട്ടർ ഇമേജ് എങ്ങനെയാണ് വരുന്നത്. നല്ല വെറൈറ്റി വാട്ടർ ഇമേജാണ്. കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ അങ്ങ് മനസ്സിലാവും ഇതിൻ്റെ വാട്ടർ ഇമേജും യഥാർത്ഥത്തിലുള്ള ഇമേജും തമ്മിലുള്ളൊരു വ്യത്യാസം. കണ്ടോ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അടിപൊളിയായിട്ട് വരയ്ക്കുക. നിങ്ങളൊക്കെ വരയ്ക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഇത് കണ്ടോ, ഏകദേശം യെസ്, ഇങ്ങനെയാണ് സാധനം. ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇമേജ് എങ്കിൽ അതൊന്ന് ഇങ്ങോട്ട് തല തിരിച്ചാൽ മതി. യെസ്, ഇങ്ങനെ തല തിരിച്ചാൽ മതി. യെസ്, റെഡി. നമുക്ക് 2-3 ചിത്രങ്ങൾ നമ്മൾ എങ്ങനെയാണ് വാട്ടറിൽ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ആ ചിത്രങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. ഇനി കുറച്ച് വേർഡ്സുകൾ നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് വേർഡ്സ്, A to Z വരെയുള്ള വേർഡ്സ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്ത് വേണമല്ലേ ഇത്. അപ്പം നേരത്തെ നമ്മൾ സൈലത്തിനെ എങ്ങനെയായിരുന്നു എഴുതിയത് അല്ലേ. സൈലത്തിനെ എഴുതിയിട്ട് നേരെ ഫ്ലിപ്പ് ഇങ്ങോട്ട് ചെയ്തു. നമുക്ക് അതേ ആ ഒരു പേര് തന്നെ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, എഴുതാം. ഇതാണ് ഇപ്പം നമ്മുടെ സൈലത്തിൻ്റെ സ്പെല്ലിംഗ് എങ്കിൽ ഇതൊന്ന് അമർത്തി വരച്ചാൽ നല്ല പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് സാധനം തെളിഞ്ഞ് കിട്ടും. മെല്ലെ വരച്ചാൽ തെളിഞ്ഞ് കിട്ടൂല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകണതാ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സൈലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഇങ്ങനെയാണ് ഈ ഒരു സൈലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ. ഏതൊക്കെ ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഏത് ഇമേജാണ് പ്രത്യേകം നോക്കണം. ചോദ്യത്തിൽ നോക്കണം, മിറർ ആണോ വാട്ടർ ആണോ. മിറർ ആണെങ്കിൽ ഇങ്ങോട്ട് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യായിരുന്നു. പക്ഷെ വാട്ടർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ, എങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് അമർത്തി വരച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ എല്ലൊക്കെ കണ്ടോ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ വാട്ടർ ഇമേജ്. ഓക്കെ, വാട്ടർ ഇമേജ് ആണ് സൈലത്തിൻ്റെ വാട്ടർ ഇമേജ്. റെഡിയാണല്ലോ. അപ്പോൾ ആ വയ്യും ഇതൊക്കെ കിടക്കുന്നത് നോക്ക്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് 1-2 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. ഇതുവരെ ക്ലിയർ ആണല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വരച്ച്
ഒരുപാട് ലെറ്റേഴ്സും വാക്കുകളും ഇപ്പം നിങ്ങളെ പേര് തന്നെ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ മറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മിറർ ഇമേജ്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ വാട്ടർ ഇമേജ്. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അറിയോ, നിങ്ങളെ പേര് എഴുതുക ഒരു പേപ്പറിൽ, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ആ മടക്കി എഴുതിയത് ഒന്നും കൂടെ അമർത്തി എഴുതിയിട്ട് നിങ്ങൾ മിററിൻ്റെ മുന്നിലൊന്ന് കൊണ്ടുവച്ച് നോക്ക്. കറക്റ്റ് മിററിൽ നോക്കുമ്പോൾ കറക്റ്റ് നിങ്ങളെ പേരായിട്ട് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. അതുപോലെ തന്നെ ആ പേര് നിങ്ങൾ വാട്ടറിൽ ഇങ്ങനെ കാണിച്ചു നോക്ക്, കറക്റ്റ് നിങ്ങളെ പേര് വാട്ടറിൽ നോക്കണം കേട്ടോ, ഇവിടെ നോക്കിയിട്ട് നിൽക്കരുത്, വാട്ടറിൽ നോക്കണം. വാട്ടറിൽ നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നിങ്ങളെ പേര് ആയിട്ട് തന്നെ വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കൊരു XYZ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡിയോയിലുള്ള ആൾ കൊച്ചു എന്ന് പറയുന്ന അയാളുടെ നെയിം എങ്ങനെയാണ് നമ്മൾ ഒരു വാട്ടർ ഇമേജിൽ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആ പേരിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് എഴുതുന്നുണ്ട്. കൊച്ചു കണ്ട, ഇതാണ് കൊച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ, KOCHU. റെഡി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കൊച്ചു. കണ്ടോ, ഈ സാധനം എങ്ങനെയാണ് വാട്ടർ ഇമേജിൽ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. യെസ്, എങ്ങോട്ടാണ് ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ടർ ഇമേജ് ആണെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാം. കണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതാ ഞാൻ അന്ന് എന്ത് ചെയ്താ ഇതൊന്ന് അമർത്തി വരയ്ക്കുകയാണ്. കണ്ടോ, ഒന്നും ഒരു മാറ്റവും ഇല്ല അല്ലേ, ഹോയും മാറ്റമില്ല, പക്ഷെ സിയും മാറ്റമുണ്ടോ, എല്ലാം ഒരുപോലെ തന്നെടാ, ഇല്ല. യെസ്, യു മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം. നോക്കാം നമുക്കല്ലേ, നമുക്ക് നോക്കാം, അവിടെ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അല്ലേ ഈ ഒരു കൊച്ചു എന്ന് പറയുന്ന പേര് വാട്ടർ ഇമേജിൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ഒരു ഐഡിയ എന്താണ്, എങ്ങനെയാണ് വാട്ടർ ഇമേജ്, എങ്ങനെയാണ് മിറർ ഇമേജ്. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തുതരാം. അതായത് ഒറ്റ കാര്യം, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് അതൊരു ചെറിയൊരു പേപ്പർ കഷ്ണം, അത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കേണ്ട. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് റഫ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ആ റഫ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേന എടുത്തിട്ട് അത്യാവശ്യം അമർത്തി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ചിത്രമാണെങ്കിൽ ചിത്രം, അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് അവിടെ എഴുതി വെക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുന്നോ അല്ലേ, ഇപ്പോൾ ഒരു എസ് ആണെങ്കിൽ എസ്, ഇങ്ങോട്ട് തിരിച്ചാൽ എന്ത് ഇമേജാ പറ, നിങ്ങൾ തന്നെ പറ, ഏതാണ്? മിറർ ഇമേജ്. ഇങ്ങോട്ട് തിരിച്ചാൽ വാട്ടർ ഇമേജ്. ആ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക. അടിപൊളിയായിട്ട് ഇത് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് 2 ഇമേജ് സെക്ഷൻ അറൗണ്ട് ഒരു 4 മാർക്സ്, ചില സമയത്ത് 1 മാർക്ക്, ചില സമയത്ത് 2 മാർക്കിനോളം ചോദിക്കാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കുകളും ലൈക്ക് അടിക്കാൻ ഉള്ളവർ ലൈക്കും കൂടെ അടിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടാൻ മറക്കരുത്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ഇടാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓരോ ടോപ്പിക്കും നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കാം. ബൈ.